പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിയ ദാസനെ അനുവദിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നല്ല മരണത്തിനായി ഒരുങ്ങുക എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ കേട്ടു. കുറേയേറെ ആൾക്കാർ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ചില കമൻറ്റുകൾ ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, എന്താണ് നല്ല മരണം എന്നുള്ളതിനെപ്പറ്റി പുറകെ സംസാരിക്കാം. അതിനു മുമ്പ് കമൻറ്റുകളെ ഓർത്ത് നന്ദി പറയും. ദൈവത്തിന് നല്ല കമൻറ്റുകൾ വന്നിരിക്കുന്നു, ധാരാളം ആളുകൾ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കമൻറ്റുകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചിലർ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിനകത്ത് എന്നോട് നിർദ്ദേശങ്ങൾ തരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ ഈ സ്റ്റുഡിയോയുടെ മുമ്പിലേക്ക് വരുന്നത്. മറ്റൊന്ന്, പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ്? വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണോ? ചില പ്രായോഗിക നടപടികളെക്കുറിച്ചാണോ? സമൂഹത്തെക്കുറിച്ചാണോ? ആനുകാലിക പ്രശ്നങ്ങളെക്കുറിച്ചാണോ? ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇന്ന് അറിവിൻ്റെ തലത്തിൽ നിന്നും നീ ക്ലാസ്സുകൾ എടുക്കണം എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും. രണ്ട് പറയും, എന്നോട് ചില ദിവസങ്ങളിൽ പറയുന്നത് ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് ക്ലാസ്സുകൾ എടുക്കണം. അതിനുള്ള വചനങ്ങൾ കാണിച്ചു തരും. മൂന്ന്, ഇന്ന് അതീന്ദ്രിയ ജ്ഞാനതലമായ സ്വർഗജ്ഞാനത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കണം എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുന്ന രീതിയിൽ മാത്രമേ ക്ലാസ്സുകളെ ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കമൻറ്റുകൾ ഇട്ടുള്ളൂ, നല്ല കാര്യം തന്നെ. അല്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ നിർദ്ദേശമനുസരിച്ച് ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിനെയാണ്. മറ്റൊന്ന് പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തുവിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആരാധിക്കുമ്പോൾ നമ്മളിലേക്ക് വന്ന് നിറയുന്ന ഒരു തികവുണ്ട്. അത് ജ്ഞാനത്തിൻ്റേതാവാം, അറിവിൻ്റേതാകാം, ഒരു ശക്തിയാകാം, അത് വിശുദ്ധിയാകാം, അത് ചിലപ്പോൾ ഒരു ശരീരം ചൂടാവുന്ന അവസ്ഥയാകാം. അങ്ങനെ വിവിധ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലേക്കും വന്ന് നിറയുന്നതിൻ്റെ പശ്ചാത്തലം അനുസരിച്ചാണ് ക്ലാസ്സുകളെ പരിശുദ്ധാത്മാവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണെങ്കിൽ എന്താണ്, അത് മുഴുവനും അറിവിൻ്റെ തലമാണ്. ഒരു വചനപ്രഘോഷകൻ, അത് വൈദികനോ മെത്രാനോ വചനപോഷനോ ആരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം സുവിശേഷത്തിൽ നിന്ന് ഒരു ക്ലാസ് ജനത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവനും ജ്ഞാനത്തിൻ്റെ തലത്തിൽ ആണ്. എന്നാൽ കേരളത്തിലെ ചില വചനപോഷനമൊക്കെ പ്രസംഗിക്കുന്നത് പോലെ, അറിയിക്കുന്ന പോലെ മുന്നറിയിപ്പിനെക്കുറിച്ച്, അഥവാ മാതാവിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രവാചക വരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രബോധന വരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗജ്ഞാനത്തെക്കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി അല്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത വചനത്തിൻ്റെ മറുതലങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ കഴിയുന്ന വ്യക്തികൾ അതീന്ദ്രിയ ജ്ഞാനതലമായ സ്വർഗജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. അത് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നു. എന്താണ് മൃഗത്തിൻ്റെ പ്രതിമ എന്ന് നമുക്ക് ഇപ്പോൾ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരാൾ നിങ്ങളോട് പറയുകയാണ്, ഞാനൊന്നായിരിക്കണമെന്നില്ല, മറ്റേതെങ്കിലും ആൾ പറയുകയാണ്, ആ മൃഗത്തിൻ്റെ പ്രതിമയെന്ന് പറയുന്നതാണ് ഇന്നത്തെ എയർ റോബോട്ടുകൾ. ആ എയർ റോബോട്ടുകൾ എന്ന സംഭവമാണ്, ഇനി വരാനിരിക്കുന്ന അതാണ് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? എയർ റോബോട്ടുകൾ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു 50 വർഷം മുമ്പ് ഒരാളോട് സംസാരിച്ചാൽ അതെന്താണ് എയർ റോബോട്ടുകൾ എന്ന്, അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് വിശദീകരിച്ച് തരാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. ഇപ്പോൾ അത് ആ സംഭവം എന്താണെന്ന് നമുക്ക് കൺമുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവായതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ജ്ഞാനമുണ്ട്, ബോധമുണ്ട്, അറിയാം. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലം എന്താണ് എന്നുള്ളതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായും അതീന്ദ്രിയ ജ്ഞാനതലത്തിൽ നിന്നേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതിന് ഉദാഹരണം മറ്റൊന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹൈപ്പർസോണിക് മിസൈൽ എന്നൊരു സംഭവം ഇന്ന് നമുക്കറിയാം, ശാസ്ത്രീയമാണ്. അപ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച് 3500 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ലിഖിത രൂപമുണ്ട്, വചനരൂപമുണ്ട്. ആ വചനരൂപം ഇന്ന് പറഞ്ഞാൽ മനസ്സിലാകും, അത് ആ വചനമാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ വസ്തു ഇന്ന് പറഞ്ഞാൽ മനസ്സിലാകും. അതായത് ജ്ഞാനത്തിൻ്റെ തലത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ 3500 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ
അത് ഇപ്പോൾ ഈ 2026 ഓഗസ്റ്റ് മാസം 4-ാം തീയതി 5-ാം തീയതി ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലമായ ആ വശത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പ്രതീകാത്മക അർത്ഥങ്ങളെ ദൈവം എടുത്തു മാറ്റുകയും ആ വസ്തു ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുകയും അത് നമുക്ക് കണ്ണിന് ഗോചരമായ രീതിയിൽ ആയിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തെക്കുറിച്ചും പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലവും കൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഇനി ഉദാഹരണം പറഞ്ഞാൽ അത് ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: അത് മിന്നൽ പോലെ പായുകയും പന്തം പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ തലത്തിൽ എഴുതി. പക്ഷേ ജ്ഞാനത്തിൻ്റെ തലത്തിൽ എഴുതപ്പെട്ട വചനം അറിവിൻ്റെ തലത്തിൽ വസ്തുരൂപമായിട്ട് നമ്മുടെ മുമ്പിൽ വരാൻ എത്ര വർഷങ്ങളെടുത്തു? 3000 വർഷങ്ങളെടുത്തു, അല്ലെ 3500 വർഷങ്ങളെടുത്തു. ഇനി അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലമായ അതിൻ്റെ റിഫ്ലക്ഷൻ, അതായത് ആ ഹൈപ്പർസോണിക് മിസൈൽ ബഹിരാകാശത്ത് പൊട്ടിയാൽ എന്തു സംഭവിക്കുന്നുള്ളതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലത്തെക്കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് അതിൻ്റെ വചനം കണ്ടെത്തണം. ആ വചനം കണ്ടെത്താൻ കഴിയുന്ന വ്യക്തികൾ ആ വചനം കണ്ടെത്തി അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് പറയാൻ കഴിയും. ഇനി അതിൻ്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം സോദോം ഗൊമോറ. യേശുവിൻ്റെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. അത് ഇങ്ങനെയാണ് കഥ പറയുന്നത്: നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ. ലോത്തിൻ്റെ നാളുകൾ സംഭവിച്ചെങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ നാളിലും. അപ്പോൾ ആ ലോത്തിൻ്റെ നാളിൽ സംഭവിച്ച സോദോം ഗൊമോറ എന്ന് പറയുന്ന സംഭവം ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടായിരിക്കുക, അതെങ്ങനെയാണ് തുടങ്ങുക, അതെങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുക, അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, അത് മനുഷ്യൻ എങ്ങനെ സ്വീകരിക്കും, അത് കത്തോലിക്ക സഭ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും, അതെങ്ങനെയൊക്കെ ലോകത്തെ നശിപ്പിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ലോകത്തിന് ഗുണം ചെയ്യും എന്നതിനെപ്പറ്റി പറയുവാൻ അതീന്ദ്രിയ ജ്ഞാനതലമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യമേ പറഞ്ഞ് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. ഇതിനാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിക്കും: പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, ഇന്ന് ഈ ക്ലാസ്സിനെ കുറിച്ച് എടുക്കേണ്ടത് ഏതൊക്കെ വിഷയത്തെക്കുറിച്ചാണ്, അതിൻ്റെ വചനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ അറിവിൻ്റെ തലവും ജ്ഞാനത്തിലോ അതീതജ്ഞാനവും ഏതൊക്കെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ക്ലാസ്സിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെ കുറിച്ചായിരുന്നു ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ കഴിഞ്ഞ് ക്ലാസ്സിലെടുത്ത വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ആ ക്ലാസ്സുകളെ ആസ്പദമാക്കി ആദ്യം ഞാൻ നിങ്ങൾ പറയുന്നു. അതിനകത്ത് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: നല്ല മരണത്തിനായി ഒരുങ്ങുക. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. മനുഷ്യന് എത്ര വിധം മരണങ്ങൾ ഉണ്ട്? നമ്മുടെ സഭയുടെ പഠനം അനുസരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ അറിവിൻ്റെ തലം അനുസരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രീയതയുടെ ഘടന വെച്ച് നോക്കിയാലോ, അല്ലെങ്കിൽ ലോകത്തിലെ ചരിത്ര സംഭവങ്ങൾ വെച്ച് നോക്കിയാലോ എങ്ങനെയാണ് മനുഷ്യന് എത്ര മരണമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക? ഒരു മനുഷ്യന് 6 വിധത്തിൽ മരിക്കാൻ കഴിയും. മരണം എന്ന പ്രതിഭാസം 6 രീതിയിൽ ഉണ്ട്. അതിൽ ഒന്നാമത്തെ മരണത്തെക്കുറിച്ച് ഞാനൊരു അതേക്കുറിച്ചൊരു ക്ലാസ് കൂടി എടുത്തതിന് ശേഷം അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ക്ലാസ് നീണ്ടുപോയാൽ ആ നാണയത്തെക്കുറിച്ചുള്ള ക്ലാസ് അടുത്ത പ്രാവശ്യമായിരിക്കും തരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പഠിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മരണമടഞ്ഞവർ എന്നാണ്. അത് എഴുതി വച്ചിരിക്കുന്ന വചനം 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനമാണ്. ക്രിസ്തുവിൽ മരണമടഞ്ഞവർ. ഇനി അതിൻ്റെ 2 ഇനി രണ്ടാമത്തെ പറയാണ്. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുന്നതിങ്ങനെയാണ്: യേശുവിൽ നിദ്ര പ്രാപിച്ചവർ. അത് 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനമാണ്. നിങ്ങൾ വചനമെടുത്ത് വായിച്ചാലേ നിങ്ങൾ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായെന്ന് വരികയില്ല. അങ്ങനെയുള്ളവർ എൻ്റെ ധ്യാനം വന്ന് കൂടേണ്ടി വരും. ഇനി അടുത്ത 3 മരണനിദ്ര. അത് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 60-ാം തിരുവചനം. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? മരണനിദ്രയെക്കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത 4 അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കണം: അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത് 5 മൃതി അടയുക. അത് വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനം. അവിടെ ഇങ്ങനെയാണ്: ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. ഇപ്പം ഞാൻ 5 എണ്ണത്തെക്കുറിച്ച് പറയാം. അടുത്ത 6-ാമത്തെ വിഷയത്തെപ്പറ്റി പറയുകയാണ്. 6-ാമത്തേത് എന്താണ്? 6-ാമത്തേതാണ് മരണം. 6 മരണം.
മരണത്തെക്കുറിച്ചാണ് അതിനകത്ത് എഴുതി വെച്ചത്. എന്താണ് മരണം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ മരണത്തെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം മുതൽ താഴേക്ക് വായിച്ചു വരണം. അവിടെയാണ് മരണം എന്ന വാക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം മരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണ്? ക്രിസ്തുവിൽ മരണമടഞ്ഞവർ, യേശുവിൽ നിദ്ര പ്രാപിച്ചവർ, മരണനിദ്ര പ്രാപിച്ചവർ, അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ, കർത്താവിനെതിരേക്ക് വാനവങ്ങൾ എടുക്കപ്പെടുന്നവർ, ഇപ്പോൾ കർത്താവിൽ മൃതിയടയുന്ന അനുഗ്രഹീതരാണ്, മരണത്തിലേക്ക് പ്രവേശിച്ചവർ. ഇതെല്ലാം മരണത്തെക്കുറിച്ച്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അറിവിൻ്റെ തലവുമുണ്ട്, ജ്ഞാനത്തിൻ്റെ തലമുണ്ട്, ഇതിൻ്റെ അതീന്ദ്രിയ ജ്ഞാന തലമുണ്ട്. 3 തലത്തിൽ ഇതിനെ വിശകലനം ചെയ്താലേ ഇതിനകത്തെ നിഗൂഢ രഹസ്യങ്ങളുടെ കലവറ നമുക്ക് തുറന്ന് അതിനുള്ളിൽ കയറി ഇത് ഏത് രീതിയിലുള്ള മരണമാണ് എനിക്കായി എൻ്റെ സർവശക്തനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയുള്ളൊരു മരണമാണ് എൻ്റെ തൊട്ടുമുമ്പിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതിനെ ബാക്കി വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു 3 മണിക്കൂറിൻ്റെയൊക്കെ ക്ലാസ്സാണ്. 2-2.5 മണിക്കൂറെങ്കിലും അറിവിൻ്റെ തലത്തിൽ നിന്ന് സംസാരിക്കണം. ജ്ഞാനത്തിൻ്റെ തലത്തിൽ, അതീന്ദ്രിയ ജ്ഞാന തലത്തിൽ സംസാരിച്ചാലേ ഈ ക്ലാസ്സുകളൊക്കെ 2-2.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളൊക്കെയാണിത്. അതെൻ്റെ ധ്യാനം കൂടുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മെ പിന്തുടരുന്നത് ഏത് മരണമാണ് എന്ന് നമ്മൾ പഠിക്കണം. അതിന് കാരണം വെച്ചാൽ വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ കൊരിന്ത്യർ ലേഖനത്തിൽ കർത്താവ് പറയുന്നൊരു വചനം ഇതാണ്: ഇത് തിന്മ നിറഞ്ഞ യുഗമാണ് എന്ന് കർത്താവ് പറയാണ്. അപ്പം പാപം വേറെ, തിന്മ വേറെ. ഇത് രണ്ടും 2 ഘടനയായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ നമ്മിലേക്ക് വരുന്നത് തിന്മയുടെ ഗണത്തിലെ മരണമാണോ, പാപത്തിൻ്റെ തലത്തിലെ മരണമാണോ, വിശുദ്ധ ജീവിതത്തിൻ്റെ തലത്തിലെ മരണമാണോ എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത്തരം നിഗൂഢ രഹസ്യങ്ങളെ നാം ദൈവവചനത്തിൻ്റെ ആധാരമാക്കി പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ 3 തലത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിച്ച് ഒരുക്കിയെടുക്കണം. അങ്ങനെ ഒരുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഒരുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഈ ആത്മീയ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തി ക്ലാസ്സുകളായിട്ട് എടുക്കാൻ സാധിക്കും. അല്ലാതെ ഒരു സാധാരണ രീതിയിലുള്ളവർക്കോ ഇന്ന് സഭാതലത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള വചനപ്രഭാഷകർക്കോ ഒന്നും ഈ ക്ലാസ്സിലെ നിഗൂഢ രഹസ്യങ്ങളെ നിങ്ങൾക്ക് വിളമ്പിത്തരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ കമൻറ്റുകൾ ഇട്ടവർക്ക് നന്ദി പറയുന്നത്. കാരണം അവരത്രയും കമൻറ്റ് ഇട്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളതുകൊണ്ട് ഈ 6 മരണത്തിൽ ഏത് മരണമാണ് എൻ്റെ ശരീരത്തിന് യോഗ്യമായത്? ഈ 6 രീതിയിലുള്ള മരണത്തിൽ ഏത് രീതിയിലുള്ള മരണം ഈ ലോകത്ത് സംഭവിച്ചാലാണ് എനിക്ക് നിത്യജീവൻ്റെ വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചൊരു സുരക്ഷിത അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മളറിയണം. അത് അറിഞ്ഞില്ല എങ്കിൽ വെറുമൊരു മരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കാണുന്നു. പള്ളിയിൽ ഓരോരുത്തർ മരിച്ചു, നമ്മൾ കൊണ്ടേ അടക്കുന്നു. ഒരാൾ ആക്സിഡൻറ്റ് മരിച്ചു, അവനെ കൊണ്ട് അടക്കുന്നു. ക്രിസ്ത്യാനിയാണെങ്കിൽ സെമിത്തേരിയിൽ അടക്കുന്നു, ഹിന്ദു ആണെങ്കിൽ അവരെ കൊണ്ട് ദഹിപ്പിക്കുന്നു, മുസ്ലിം ആണെങ്കിൽ അവരുടെ സ്ഥലത്ത് അടക്കും. ഇതെല്ലാം നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം നാം തിരിച്ചറിയണം, അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ വെറുതെ ഒരു മരണത്തിനാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം മറ്റുള്ള എല്ലാ മനുഷ്യരെക്കാൾ അധംപതിച്ച ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധംപതിച്ച ജീവിതത്തിൻ്റെ ഉടമകളല്ല, നാം വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്വർണത്തിന് തുല്യമായ വിളക്കവും തിളക്കമുള്ള പ്രീഷ്യസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹത്വീകരിക്കപ്പെട്ട മഹത്വത്തിൻ്റെ വൈശിഷ്ട്യമായ ഒരു ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള വ്യക്തിയായി രൂപാന്തരപ്പെടണം. അത് വലിയ കാര്യമാണ്. അത് അതിനെപ്പറ്റി ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിനെ ഇവിടെ ഉപസംഹരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നാണയത്തെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ കമൻറ്റുകളെ ഉദ്ദേശിച്ചും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നതനുസരിച്ചുമൊക്കെ ക്ലാസ്സുകൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് അനേകം വ്യക്തികൾക്ക്, ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ചില കമൻറ്റുകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് മറുപടിയായിട്ട് തരുമ്പം ഇത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ ആ പരിശുദ്ധാത്മാവ് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി പ്രചോദനം തന്ന്, പ്രേരണ തന്ന്, അതിൻ്റെ വചനങ്ങൾ
പറഞ്ഞു തന്ന് എന്നെ ഒരുക്കിയാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ ഞാൻ വെറുതെ കയറി വന്നിട്ട് ക്ലാസ് എടുക്കുകയല്ല പ്രിയപ്പെട്ടവർ ചെയ്യുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ചും തലേദിവസം മുതൽ അതിനെപ്പറ്റി പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഒരുങ്ങി വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം, നാം ക്രിസ്തുവിൽ മരണമടഞ്ഞവരാകാനാണോ ആഗ്രഹിക്കുന്നത്? നാം യേശുവിൽ നിദ്ര പ്രാപിക്കാനാണോ ആഗ്രഹിക്കുന്നത്? നാം മരണനിദ്ര പ്രാപിക്കാനാണോ ആഗ്രഹിക്കുന്നത്? നമ്മിൽ അവശേഷിക്കുന്ന കർത്താവിനെ എതിരേൽക്കപ്പെടാനോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ അത് കർത്താവിൽ മൃതി അടയുന്നവരാണോ ആയിട്ടാണോ ആഗ്രഹിക്കുന്നത്? അതോ നാം മരണത്തെ വിധേയമാകാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തുക. ഇതിൽ ഏത് സെക്ഷനാണ്, അതിൻ്റെ എല്ലാ വചനങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ വചനം എടുത്ത് വായിക്കുക. വായിച്ചു വല്ലതും മനസ്സിലാകുമോ? മനസ്സിലായെങ്കിൽ മനസ്സിലാക്കുക, മനസ്സിലാക്കിയില്ലെങ്കിൽ കമൻറ്റുകളിൽ കൂടെ ചോദിച്ചാൽ ഞാൻ അധികം നിഗൂഢങ്ങൾ പറഞ്ഞു തരികയില്ല. മറിച്ച് ധ്യാന ക്ലാസ്സിൽ കൂടെ മാത്രമേ ഈ ക്ലാസ്സിൽ തരികയുള്ളൂ. അതിനെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വീണ്ടുമുള്ള പുനരാഗമനം, പ്രത്യാഗമനം, അതിനുവേണ്ടി ഒരുങ്ങി മുന്നോട്ട് പോകുമ്പോൾ 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം കർത്താവ് ഇങ്ങനെ പറയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടവരട്ടെ എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ ലിഖിത രൂപത്തിലെ തിരുവചനത്തിൻ്റെ നിഗൂഢരഹസ്യങ്ങൾ നാം ഗ്രഹിച്ചില്ല എങ്കിൽ നാം ഈ പറഞ്ഞ ഈ 6 മരണത്തിൽ ഏത് മരണത്തിലാണ് പെട്ടുപോവുക എന്ന് പറയാൻ പറ്റില്ല. അതിനെ മരണത്തിലേക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റപ്പെടുമോ? അപ്പോൾ മരണം എന്താണ് നമ്മൾ അറിയേണ്ടി വരും. പ്രിയപ്പെട്ടവർ, അതിനായി നമുക്ക് കാതോർത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് നാം ഏത് രീതിയിലുള്ള മരണത്തെയാണ് ആഗ്രഹിക്കുന്നതല്ലേ, കാംക്ഷിക്കുന്നതല്ലേ, നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ള പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ, ധ്യാന ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുകൾ ഇതിനകത്തുണ്ട്. 97 78 17 22 83. അത് ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുണ്ട്. പുതിയതായിട്ട് ആർക്കെങ്കിലും കേൾക്കാത്തവർ കേൾക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സിലെ കുറിച്ചുള്ള ധ്യാനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിച്ച് ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഒരു 500 രൂപയൊക്കെ രജിസ്ട്രേഷൻ ആയിട്ട് ഗൂഗിൾ പേ ചെയ്ത് അടച്ച് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ക്ലാസ്സുകൾ കൊടുക്കുകയില്ല. കാരണം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും പഠിക്കാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർക്ക് കൊടുത്തെങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാം അവഗണിച്ച് തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. കർത്താവ് നമ്മുടെ മുമ്പിൽ വരാനായ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആത്മീയ തലത്തിലെ ഭൗതിക തലത്തിലെ ഒരുക്കം അതിന് വളരെ പ്രധാനപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടായി നിങ്ങളോട് സംസാരിക്കുന്നു. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ഈശോ അനുഗ്രഹിക്കുമാറാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയും ലക്ഷ്യത്തിനും വിമോചിപ്പിക്കുമാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ എല്ലാവിധ വിശുദ്ധിക്കും നിദാനമാക്കി മാറ്റട്ടെ. യേശു ക്രിസ്തുവിന് ജീവിക്കുന്ന വചനങ്ങൾ എൻ്റെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്താൻ ഉപകരിക്കുമാറാട്ടെ. അതിനായി നമ്മെ ഒരു സമർത്ഥമായി യേശുനാഥൻ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.